ഹുസൈൻ റാണ എന്ന കൊടും ഭീകരനെ അമേരിക്കയിൽ നിന്ന് ഇന്ത്യയിലേക്ക് കൊണ്ടുവരുമ്പോൾ മുംബൈ ഭീകരാക്രമണം ഇപ്പോൾ വീണ്ടും ചർച്ചയാകുകയാണ്. ആരായിരുന്നു ആസൂത്രകർ? എന്തിനായിരുന്നു ഈ നിരപരാധികളെ ഇങ്ങനെ കൊന്നു തള്ളിയത്? പ്രതികൾ എല്ലാവരും ശിക്ഷിക്കപ്പെട്ടോ? ആരായിരുന്നു മുംബൈ ഭീകരാക്രമണം നടത്തിയത് എന്ന ചോദ്യത്തിന് ഒറ്റ ഉത്തരമേ ഉള്ളൂ: പാകിസ്ഥാൻ. എന്തിനായിരുന്നു ഈ നീചകൃത്യം എന്ന ചോദ്യത്തിന് അജ്മൽ കസബ് തന്നെ മറുപടി നൽകിയിട്ടുണ്ട്: ഇന്ത്യ തകർക്കുക, ദുർബലപ്പെടുത്തുക. മുംബൈ ആക്രമണ പരമ്പരയുടെ വിത്ത് വീഴുന്നത് സത്യത്തിൽ പാകിസ്ഥാനിൽ തന്നെയാണ്. പാക് ചാരസംഘടനയായ ISIലെ ചിലരുടെ മനസ്സിലാണ് ഈ നിഷ്ഠൂര കൃത്യത്തിന്റെ ബീജാവാപം. അന്ന് പാകിസ്ഥാൻ ഇതുപോലെ സാമ്പത്തികമായി തകർന്നടിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ കാശ്മീരിലെ തീവ്രവാദ സംഘടനകൾക്കൊക്കെ അവർ നിർബാധം ഫണ്ട് കൊടുക്കുകയായിരുന്നു. ISIS ഈ കൃത്യം നടപ്പാക്കാൻ ഏൽപ്പിക്കുന്നത് ഭീകര സംഘടനയായ ലഷ്കർ-ഇ തോയ്ബയാണ്. ഇതിനുള്ള ഏകോപന ചുമതലയായിരുന്നു ഡേവിഡ് കോൾമാൻ ഹെഡ്ലി എന്ന അമേരിക്കൻ ജയിലിൽ കഴിയുന്ന പാക് വംശജനായ ഭീകരൻ. ഇതിൽ ഭീകരാക്രമണത്തിന്റെ ക്യാപ്റ്റൻ ചുമതല സ്വയം ഏറ്റെടുത്തത് അന്നത്തെ ലഷ്കർ നേതാവായിരുന്ന ഹാഫിസ് സയ്യിദ് ആയിരുന്നു. 26/11 മുംബൈ ഭീകരാക്രമണത്തിന്റെ സൂത്രധാരനായി NIA റിപ്പോർട്ടുകളിൽ പറയുന്നത് ഇയാളെ തന്നെയാണ്. അജ്മൽ കസബ് അടക്കമുള്ളവരെ കണ്ടെത്തി പരിശീലനം കൊടുത്തത് ലഷ്കർ ആയിരുന്നു. കയ്യിലെ ചരടുമായി നിങ്ങൾ കാണുന്ന ഈ മുഹമ്മദ് അജ്മൽ അമീർ കസബ് ഇവിടെ കൊല്ലപ്പെട്ടിരുന്നുവെങ്കിൽ ഒരുപക്ഷെ BJP എന്ന രാഷ്ട്രീയ പാർട്ടി ഭാരതത്തിൽ നിന്നും എന്നേക്കുമായി തുടച്ചു നീക്കപ്പെടുകയോ അല്ലെങ്കിൽ ഭാരതം ഭീകരവാദികളുടെ കൈപ്പിടിയിൽ അമരുകയോ ചെയ്തേനെ. മുംബൈ ഭീകരാക്രമണത്തിൽ പങ്കെടുത്ത ആ കയ്യിൽ ചരടും കീശയിൽ ബാംഗ്ലൂർ സ്വദേശിയായ സമീർ ദിനേശ് ചൗധരി എന്ന ആള് ആണ് എന്ന് തോന്നിപ്പിക്കുന്ന തിരിച്ചറിയൽ കാർഡും തിരികെ മുംബൈയിൽ കൂട്ടക്കൊലപാതകം നടത്തിയവരിൽപ്പെട്ട മുഹമ്മദ് അജ്മൽ അമീർ കസബിനെ കുറിച്ച് തന്നെയാണ് ഞാനിപ്പോൾ പറഞ്ഞത്. 1987 ജൂലൈ 13 ഫരീദ് കോട്ടിൽ പിറന്ന് 2012 നവംബർ 21 ഏർവാദ ജയിലിൽ വെച്ച് തൂക്കിക്കൊല്ലപ്പെട്ട അതേ അജ്മൽ കസബിനെ കുറിച്ച് തന്നെ. അമേരിക്കയ്ക്ക് സെപ്റ്റംബർ 11 പോലെയാണ് ഇന്ത്യക്ക് നവംബർ 26. 2008 നവംബർ 26 ബുധനാഴ്ച മുതൽ 29 ശനിയാഴ്ച വരെ ഏതാണ്ട് 60 മണിക്കൂറുകൾ നമ്മുടെ ഭാരതത്തിന് ഒരിക്കലും മറക്കാൻ കഴിയുന്ന നിമിഷമല്ല. മുംബൈ എന്ന ഭാരതത്തിന്റെ വ്യാവസായിക തലസ്ഥാനത്ത് AK-47 തോക്കുകളിൽ നിന്ന് തുരുതുരെ വെടിയുതിർത്ത പാക് ഭീകരർ മുന്നേറിയ സമയം. ഭീകരർ അടക്കം 174 പേരാണ് അന്ന് കൊല്ലപ്പെട്ടത്. 327 പേർക്ക് അതിൽ പരിക്കേറ്റു. നിരവധി വിദേശ പൗരന്മാർക്കും ജീവൻ പൊലിയേണ്ടി വന്നു. ഭീകര വിരുദ്ധ സേനയുടെ മേധാവിയായിരുന്നു ഹേമന്ത് കർക്കരെ അടക്കം 15 പോലീസുകാരും അതിൽ ജീവത്യാഗം ചെയ്തു. മലയാള സൈനികനായ മേജർ സന്ദീപ് ഉണ്ണികൃഷ്ണൻ ഏറ്റുമുട്ടലിൽ വീരമൃത്യു വരിച്ചതും നാടിന്റെ കണ്ണീരോർമ്മയാണ്. ഒരു തെറ്റും ചെയ്യാത്ത, ജീവിതത്തിൽ ഒരിക്കൽ പോലും നേരിട്ട് കണ്ടിട്ടില്ലാത്ത, ഒരു തരത്തിലും ഉപദ്രവിച്ചിട്ടില്ലാത്ത 100ഓളം പേരെ കൊന്നൊടുക്കാൻ പങ്കുചേർന്നു എന്നതാണ് ഇവൻ ചെയ്ത ദുഷ്ടത. കുറെ പേരെ കൊല്ലാൻ ഇവന് കഴിഞ്ഞു എങ്കിലും സ്വയം ചത്തൊടുങ്ങാൻ സാധിക്കാതെ പോയത് മുംബൈ പോലീസിലെ SI ആയിരുന്ന തുക്കറാം ആംബ്ലെയുടെ തന്ത്രപരമായ ഇടപെടൽ നിമിത്തം തന്നെയായിരുന്നു. അതിനുവേണ്ടി സ്വന്തം ജീവൻ പോലും അദ്ദേഹത്തിന് ബലിയർപ്പിക്കേണ്ടി വന്നു. യഥാർത്ഥ രാജ്യസ്നേഹികൾ തുക്കാം ഒബ്ലയെ ഇന്നും ആദരവോടെ സ്മരിക്കുമ്പോഴും രാജ്യദ്രോഹികൾ തൂക്കിലേറ്റപ്പെട്ട അജ്മൽ കസബിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഇരിക്കുകയാണ്. ഏറെക്കാലത്തിന് ശേഷം ഈ ഭീകരാക്രമണത്തിന്റെ സൂത്രധാരൻ തഹാവൂർ റാണ പിടിയിലായിരിക്കുന്നു. ഭാരതം അവനെ ഇവിടെ എത്തിച്ചിരിക്കെ പലരുടെയും ഉറക്കം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. കാരണം ഇവൻ ആ ആക്രമണത്തിന് മുമ്പായി എറണാകുളത്ത് വന്നത് ആരെ കാണുവാനായിരുന്നു എന്ന ചോദ്യത്തിന് ഇനി ഉത്തരം പറയുമ്പോൾ ഒരു പക്ഷേ ഇവിടെ ചിലർ നാടുവിടാനോ ആത്മഹത്യ ചെയ്യാനോ വരെ സാധ്യതയുണ്ട്. അവരെ കാണാനായിരിക്കും തഹാവൂർ റാണ ഇവിടെ വന്നത്. അവർ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് എങ്കിൽ അവരുടെ കാര്യം കട്ടപ്പോക എന്ന് തന്നെ അക്ഷരാർത്ഥത്തിൽ പറയാം. അജ്മൽ കസബിന് വേണ്ടി പ്രാർത്ഥിച്ചവർ ഇപ്പോൾ തഹവൂർ റാണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഒരുങ്ങുകയാണ് എന്നാണ് കേട്ടത്. എന്തായാലും ഇപ്പോൾ കാലം തിരിച്ചടിച്ചിരിക്കുകയാണ്. കാശ്മീരിലടക്കം ഭീകരതയെ ഒരു പരിധിവരെ അമർച്ച ചെയ്യാൻ നമുക്ക് കഴിഞ്ഞിരിക്കുന്നു. അതിന് മോദി, അജിത് ഡോവൽ, അമിത്ഷാ ടീമിന് നാം നന്ദി പറയേണ്ടത് തന്നെയാണ്. UPA സർക്കാർ വലിയ രീതിയിൽ രാജ്യത്തിന്റെ സുരക്ഷയിൽ വെള്ളം ചേർത്തു എന്ന ആരോപണം വന്നിരുന്നു. ഇപ്പോൾ ഇന്ത്യയുടെ ശത്രുക്കൾ ഒന്നൊന്നായി അജ്ഞാതരുടെ വെടിയേറ്റ് കൊല്ലപ്പെടുകയുമാണ്. ഹാഫിസ സയ്യിദ് പോലും മരണം ഭയന്നാണ് ജീവിക്കുന്നത്.
സാമ്പത്തികമായി പാപ്പരായി ജിന്നയുടെ വിശുദ്ധ നാട് ഇപ്പോൾ മരുന്നിനും വസ്ത്രത്തിനും പോലും അടി കൂട്ടുകയാണ് എന്നാണ് അറിയാൻ സാധിച്ചത്.